Hello friends, Master Key Academy പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് 1857 റിവോൾട്ടിനെ കുറിച്ചാണ്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് 1857 റിവോൾട്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഷിപ്പോയ് മോട്ടണി എന്നൊക്കെ അറിയപ്പെടുന്ന 1857 റിവോൾട്ടിൻ്റെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് 1857 റിവോൾട്ട്. There are various names of the revolt of 1857. എന്തൊക്കെയാണ് വേരിയസ് നെയിംസ്? ഒന്നിവിടെ പറയുന്നുണ്ട്, ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഷിപ്പോയ് മ്യൂട്ടണി. അതല്ല, ഇതിനപ്പുറവും വേറെ പേരുകളും എക്സെട്ര എന്നിട്ടിട്ടുണ്ട്, വേറെ പേരുകളും ഇതിനുണ്ട്. The revolt began on May 10th, 1857 at Meerut as a Sepoy mutiny. മീററ്റിൽ 1857 മെയ് 10th ഒരു സിപ്പോയ് മ്യൂട്ടണി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിപ്പോയ് മ്യൂട്ടണി ഇൻ ദ സെൻസ് ദാറ്റ് സോൾജേഴ്സിലെ ഏറ്റവും ലോവർ റാങ്കിൽ വരുന്ന ആൾക്കാരെയാണ് സിപ്പോയ് എന്ന് പറയുന്നത്. ഈ സിപ്പോയ്സിലെ ഒരു മ്യൂട്ടണി ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏത്? നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇനി ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാനായിട്ടുള്ള ഇമ്മീഡിയറ്റ് റീസൺസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇമ്മീഡിയറ്റ് റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, the immediate factor was the introduction of എൻഫീൽഡ് റൈഫിൾ എന്ന് പറയുന്നത് ഒരു പുതിയ എൻഫീൽഡ് റൈഫിൾ, അതായത് സോൾജേഴ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് പ്രാക്ടീസിന് കൊടുക്കുന്ന ഒരു പുതിയ എൻഫീൽഡ് റൈഫിൾ വന്നതാണ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞത് റീസൺ? ദ കാർട്ടേജ് വാസ് ടു ബി ബൈറ്റൺ ഓഫ് ബിഫോർ ലോഡിങ് ഇറ്റ് ഇൻ ടു ദ ഗൺ. ഈ എൻഫീൽഡ് റൈഫിളിൻ്റെ എന്താണ് കാർട്ടേജ്, അതിനകത്ത് ഇടേണ്ട ഗണ്ണിനകത്ത് ഇടേണ്ട കാർട്ടേജ് എങ്ങനെയാണ്? അത് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ കവർ ഇങ്ങനെ ബൈറ്റ് ചെയ്തിട്ട് അത് പൊട്ടിച്ച് അതിനുള്ളിൽ നിന്നാണ് ഈ കാർട്ടേജ് എടുത്ത് ഈ ഗണ്ണിനകത്ത് ഇടാനായിട്ട്. ഇതെന്താണ്? ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇന്ത്യൻ സിപ്പോയ്സ് ബിലീവ്ഡ് ദാറ്റ് ദ കാർട്ടേജ് വാസ് ഗ്രീസ്ഡ് വിത്ത്. അപ്പോൾ ഈ ഇതിനകത്തിടുന്ന കാർട്ടേജ് എന്തെങ്കിലും ഒരു ഗ്രീസിലായിരിക്കും ഇട്ട് വെച്ചിരിക്കുന്നത്, കാരണം കുറേ കാലങ്ങൾ ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ഗ്രീസ് എന്ന് പറയുന്ന ഇന്ത്യൻ സിപ്പോയ്സ് ചിന്തിച്ചെന്താണ്, ദിസ് കാർട്ടേജ് വാസ് ഗ്രീസ്ഡ് വിത്ത് എയ്തർ പിഗ് ഫാറ്റ്. എന്താണ്? ഒന്നെങ്കിൽ പിഗിൻ്റെ ഫാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മെയ്ഡ് വിത്ത് കൗ ഫാറ്റ്. ഇതുകൊണ്ടാണ് ഈ കാർട്ടേജ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇന്ത്യൻ സോൾജേഴ്സ് ബിലീവ് ചെയ്തു. ദിസ് വാസ് എഗൻസ്റ്റ് ദ ഹിന്ദു ആൻഡ് മുസ്ലിം സെൻറ്റിമെൻറ്റ്സ്. ഇത് ഹിന്ദു ആൻഡ് മുസ്ലിം സെൻറ്റിമെൻറ്റ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് സിപ്പോയ്സ് ആയിട്ട് സോൾജേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഹിന്ദു ആൻഡ് മുസ്ലിം ആളുകൾ എന്താണ്, ഇതിന് നേരെ വിപരീതം ആയിട്ട് ഉള്ള ആളുകളാണ്. അതായത് പിഗ് ആണെങ്കിൽ എന്താണ്, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ് എന്നുള്ളൊരു സെൻസ് ഉണ്ട്. ഹിന്ദുസിനാണെങ്കിൽ എന്താണ്, കൗ, അവരതിനെ എങ്ങനെയാണ് ലൈക്ക് ഗോഡ്, അങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നി. അപ്പോൾ ഈ ന്യൂ എൻഫീൽഡ് റൈഫിളിൻ്റെ ഇൻട്രൊഡക്ഷൻ 1857 റിവോൾട്ടിലേക്ക് കാരണമായിട്ടുണ്ട്. ദിസ് വാസ് thus they were reluctant to use the Enfield rifle. എന്താണ്? അപ്പോൾ ഹിന്ദു ആൻഡ് മുസ്ലിംസ് എന്താണ്, refused to use these Enfield rifles. This was the flash point to encourage the soldiers against the British. The immediate reason is that the Enfield rifle, as the result, was believed to be the immediate factor of the revolt of 1857. The other reasons are, the immediate reason is the introduction of Enfield rifle, but there are some other reasons too. The religious and social causes. What are the religious and social causes? Racism and racial discrimination was believed to be the major reason for revolt of 1857, wherein Indians were exploited and kept away from mixing with the Europeans. എന്നാൽ നമുക്ക് റേസിസവും റേഷ്യൽ ഡിസ്ക്രിമിനേഷനും അതെന്താണ് ഇന്ത്യൻസിനിടയിൽ കാണിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് തന്നെയല്ല, ഇന്ത്യ വെയർ എക്സ്പ്ലോയിറ്റഡ് ആൻഡ് വെയർ കെപ്റ്റ് അവേ ഫ്രം മിക്സിങ് വിത്ത് യൂറോപ്യൻസ്. അതായത് ഇന്ത്യൻസിനെയും യൂറോപ്യൻസിനെയും കൂടി മിക്സ് ചെയ്യുന്നൊരു കൾച്ചർ ഇടയിൽ ഉണ്ടായിരുന്നു. മറ്റൊന്നിനും വേണ്ടല്ല, അവർ
ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ അതായത് മിക്സ്ഡ് കോളനി ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് യൂറോപ്യൻ മെൻ ഇന്ത്യൻ വിമനെ കല്യാണം കഴിച്ച് ഇവിടെ എന്ത് സംഭവിക്കുക, അവരുടെ കുട്ടികളുണ്ടാവുക. അപ്പോൾ എന്താ കുറച്ച് സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് അവരോട് വരും. ഇവിടുന്ന് പെട്ടെന്ന് അവർക്ക് എന്താണ് ഇവിടുന്ന് പെട്ടെന്ന് അവരെ പുറത്താക്കാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള യൂറോപ്യൻസിന് എന്ത് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും മാരേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഈ കോളനി മിക്സിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതെന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ സോഷ്യൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറിനെ ഇല്ലാതാക്കുന്നവർക്ക് മനസ്സിലായി. The whites also started interfering in the religious and cultural affairs of Indians and tortured them as well. അതേപോലെ അവരുടെ ട്രേഡിന് വന്നവരാണ്. അതിനുശേഷം ഇവിടെ അവർ റൂൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ എന്ത് ചെയ്തു, റിലീജിയസ് ആൻഡ് കൾച്ചറൽ അഫേഴ്സിൽ, അതായത് ഇന്ത്യൻസിൻ്റെ അവർ ഭയങ്കര സിൻസിയറായിട്ട് കൊണ്ട് നടക്കുന്ന റിലീജിയസ് ആൻഡ് കൾച്ചറൽ അഫേഴ്സിൽ ഇവർ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. ഇത് എന്തിന് കാരണമായി, അവരിലുള്ളിൽ അതിനിടയിലൊരു ദേഷ്യം വളർത്താനായിട്ട് കാരണമായി ഇന്ത്യൻസിന്. ഇത് റിലീജിയസ് ആൻഡ് സോഷ്യൽ കോസസ് ആണെങ്കിൽ എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ്, ഫൈനാൻഷ്യലി ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദെയർ വെയർ വേരിയസ് റിഫോംസ് ഇൻ ടാക്സേഷൻ ആൻഡ് റവന്യൂ സിസ്റ്റം ദാറ്റ് അഫക്ട് ദ പെസൻസ് ഹെവിലി. അതായത് ടാക്സേഷൻസ് ആണെങ്കിലും അതുപോലെ തന്നെ റവന്യൂ സിസ്റ്റത്തിലും ഇവർ വളരെ കൂടിയ ടാക്സുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഇവർ വലിയൊരു രീതിയിലുള്ള എന്താണ് റവന്യൂ കളക്ഷൻസ് പെസൻസിൻ്റെ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതെന്താണ് പെസൻസിനെ സംബന്ധിച്ചുള്ള ഒരു ഹെവി ബേർഡനായിട്ട് മാറി. അപ്പോൾ എക്കണോമിക്കലി അവർ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊരു റീസണാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാസ് ഇമ്പോസ്ഡ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ടു എക്സ്പാൻഡ് ദെയർ ടെറിറ്ററി. ബ്രിട്ടീഷ് ടെറിറ്ററി എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്ന പല പ്രോഗ്രാംസും എങ്ങനെയാണ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക് ബേർഡനായിട്ട് മാറി. അതും ഒരു റീസണാണ് 1857 റിവോൾട്ടിന്. പൊളിറ്റിക്കൽ കോസസ് നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് ഇമ്മീഡിയറ്റ് റീസൺ പറഞ്ഞു, പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആൻഡ് റിലീജിയസ് റീസൺസ് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ പൊളിറ്റിക്കൽ, എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇത് അഫക്റ്റ് ചെയ്തത്? ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഹാഡ് ലീഡ് ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് unjust പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഹാഡ് ലീഡ് ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് unjust policies that lead by the loss of power of nababs and zamindars residing at various places of India. ഇന്ത്യയുടെ വേരിയസ് പ്ലേസസിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ജമീന്ദാർമാരും നവാബ്മാരും റിസൈഡ് ചെയ്യുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുകയാണ്, the British expansion had led to the propagation of unjust policies that lead to loss of powers of Nawab and Zamindars residing in various parts of India. ഇന്ത്യയുടെ വേരിയസ് പാർട്ടിൽ താമസിക്കുന്ന നവാബ്സിനെയും അതുപോലെ ജമീന്ദാർമാരെയും അവരുടെ പവർ ലോസ് ചെയ്യത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പവർ ഇല്ലാതാകത്തക്ക രീതിയിൽ അൺജസ്റ്റ് ആയിട്ടുള്ള, അതായത് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത പല പോളിസീസും ആര് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ബ്രിട്ടീഷ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ദ ഇൻട്രഡക്ഷൻ ഓഫ് അൺഫെയർ പോളിസീസ്, ലൈക്ക് ഇനി എന്തൊക്കെയാണ് ഈ അൺഫെയർ പോളിസീസ്, അവർ ഇംപ്ലിമെൻറ്റ് അൺഫെയർ പോളിസീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. unfair policies like policy of trade and commerce, and എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത പോളിസീസ്, ട്രേഡും കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത അൺഫെയർ പോളിസീസ്. ദ പോളിസി ഓഫ് ഇൻഡയറക്റ്റ് സബോർഡിനേഷൻ, അതായത് സബ്സിഡിയറി അലയൻസ് പോലെയുള്ള കാര്യങ്ങൾ. ദ പോളിസി ഓഫ് വാർ ആൻഡ് അനക്സേഷൻ, വാറും അതുപോലെ തന്നെ അനക്സേഷൻ, എന്താണ് പ്രോപ്പർട്ടീസ് അവർ പിടിച്ചെടുക്കുന്നത്, അവരുടെ ഡൊമൈൻ വർദ്ധിപ്പിക്കുന്നത്. ദ പോളിസി ഓഫ് ഡയറക്റ്റ് സബോർഡിനേഷൻ, അതായത് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പോലെ ഡയറക്റ്റ് സബോർഡിനേഷൻ, പെട്ടെന്ന് അവരൊരു അധികാരം ഏറ്റെടുക്കുന്നത്. ദ പോളിസി ഓഫ് മിസ് ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മിസ് ഗവേണൻസ് ആണെന്ന് പറഞ്ഞ് അനക്സ് ചെയ്തെടുത്തൊരു പ്ലേസാണ് അവധ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ റൂളർ അവിടെ ശരിയായിട്ടല്ല ഗവേൺ ചെയ്യുന്നത്, അതിനുള്ള പവർ അവർക്കില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷ് പിടിച്ചെടുത്താണ് അവധ്. അത്തരത്തിലുള്ള മിസ് ഗവേണൻസിൻ്റെ പേരിലുള്ള അനക്സേഷനുകൾ ഗ്രേറ്റ്ലി ഹാംബേർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദ നേറ്റീവ് സ്റ്റേറ്റ്സ്. അത് നേറ്റീവ് സ്റ്റേറ്റ്സിലുള്ള റൂളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനൊക്കെ എന്താണ്, അവരതിനൊക്കെ എതിരായിരുന്നു. ആൻഡ് ദേ ആർ വൺ
by one become victim of British expansionism. അതായത് ഓരോ ബ്രിട്ടീഷ് റൂളറും മറ്റുള്ള സ്ഥലങ്ങൾ അനക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ വിക്റ്റിമായിട്ട് അതായത് ജസ്റ്റ് ഒരു കാഴ്ചക്കാരനാണ് നിൽക്കുന്നെങ്കിലും പിന്നെ നെക്സ്റ്റ് വിക്റ്റിം ആവുന്നത് ആ വ്യക്തിയായിരിക്കും. അങ്ങനെ ഡേ ബൈ ഡേ ഓരോരുത്തരായിട്ട് ഇതിന് വിക്റ്റിം ആവാനായിട്ട് തുടങ്ങി. Therefore those rulers who lost their states in the British were naturally against the British and took side against during the revolt. അതായത് എക്കണോമിക്കലി അല്ല പൊളിറ്റിക്കലി ഇത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത പോളിസീസ്, പല രാജാക്കന്മാരുടെ അടുത്തൊന്നും പ്ലേസുകൾ അനക്സ് ചെയ്തെടുത്ത രീതികൾ, ഇതൊക്കെ പൊളിറ്റിക്കലി എന്ത് സംഭവിച്ചു, ഓരോ റൂളേഴ്സിനെയും ഇവരുടെ അടുത്ത് ഹേറ്റ് ഉണ്ടാക്കി. ഇതാണ് പൊളിറ്റിക്കൽ റീസൺ ബിഹൈൻഡ് ദ 1857 റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരും എന്തിന് 1857 സിപ്പോയ്സ് മുന്നോട്ട് വരുമ്പോൾ കുറച്ച് റൂളേഴ്സും കൂടെ അതിനൊപ്പം നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്, ഇത്തരത്തിൽ അൺഫെയർ പ്രാക്ടീസസിലൂടെ അവരുടെ ടെറിട്ടറീസ് ആര് കൈക്കലാക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷ് കൈക്കലാക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബിഹൈൻഡ് ദ പൊളിറ്റിക്കൽ കോസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മിലിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് മിലിറ്ററി ഫാക്ടേഴ്സ്? അനദർ മേജർ കോസ് വാസ് ജനറൽ എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് ഓഫ് ജൂലൈ 25, 1856. 1856 ജൂലൈ 25 ജനറൽ എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് കൊണ്ടുവന്നു. ഇതിനകത്ത് എന്താണ്, പാസ്ഡ് 10 months ബിഫോർ ദ റിബലിയൻ ദ ആക്ട് റിക്വയർഡ് എ ന്യൂ റിക്രൂട്ട് to the Bengal army to accept the commitment for general service. അതായത് ബംഗാൾ ആർമിയിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു ജനറൽ റിക്രൂട്ട്മെൻറ്റ്, അത് അവരൊരു കണ്ടീഷൻ വെക്കും, അതിനെ അക്സെപ്റ്റ് ചെയ്തും കൊണ്ടിട്ട് എന്താണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. എന്തിനു വേണ്ടി? ജനറൽ സർവീസ്, മൊത്തത്തിലുള്ള ജനറൽ സർവീസിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ്. ഇതെന്താണെന്ന് നോക്കിയാൽ, ഏർലിയർ ദ എൻലിസ്റ്റ്മെൻറ്റ് മെൻ ഓഫ് ദ ബംഗാൾ ആർമി had been exempted from serving the overseas as they believed that such an act would be against their belief. അപ്പം ഇതിനകത്തുനിന്ന് ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റിനകത്തുനിന്ന് ആരെ ഒഴിവാക്കിയിട്ടുണ്ട്? ബംഗാൾ ആർമീനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്താണ് ഈ റിക്രൂട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓവർസീസ്, അതായത് കടൽ കടന്നു പോയിട്ടുള്ള വാറുകൾക്ക് പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. അതിനകത്ത് ആരെ ഒഴിവാക്കി? ബംഗാളിനെ ഒഴിവാക്കി. കാരണം എന്താ, ബംഗാൾ അവരുടെ റിച്വലിൻ്റെ ഭാഗമായിട്ട് അവർ ഇമോഷണലി വില്ലിങ് അല്ല, അവരുടെ ബിലീഫിൻ്റെ ഭാഗമായിട്ട് അവർ എന്തിനു വില്ലിങ് അല്ല, ഓവർസീസ് ഡ്യൂട്ടീസിന് അവർ വില്ലിങ് അല്ല. ബട്ട് ദ മദ്രാസ് ആൻഡ് ബോംബെ റെജിമെൻറ്റ് ഹാഡ് നോ സച്ച് ഇൻഹിബിഷൻ. പക്ഷേ മദ്രാസ് ആൻഡ് ബോംബെ റെജിമെൻറ്റിന് അത്തരത്തിലുള്ളൊരു പരിഗണന അവരുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. അവരത് ഈ മദ്രാസ് ആൻഡ് ബോംബെ റെസിഡൻസിനെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഗവർണർ ജനറൽ ലോർഡ് ഡെൽഹൌസി ഫെൽറ്റ് ഇറ്റ് അൺഫെയർ ദാറ്റ് ദ ബർഡൻ ഓഫ് ഡിപ്ലോയ്മെൻറ്റ് ഫെൽ സ്ക്വയർലി ഓൺ ദ സ്മോളർ പ്രസിഡൻസീസ് ആർമീസ്. അപ്പം ഡെൽഹൌസിക്ക് മനസ്സിലായി ഇതിങ്ങനെ ഒരു സ്മോളർ പ്രസിഡൻസി ആർമിയിൽ മാത്രം നടത്തേണ്ട റിക്രൂട്ട്മെൻ്റ് അല്ല, അതിൻ്റെ ആവശ്യകതയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. വിത്ത് ദി സൈനിങ് ഓഫ് ദി ആക്ട്, സിപ്പോയ് ഓഫ് ദ ബംഗാൾ ആർമി ഫെൽറ്റ് ദാറ്റ് വുഡ് ഓൾസോ പ്രിവെൻറ്റ് ദെയർ സൺസ് ഫ്രം ഫോളോവിങ് ദെയർ ഫുഡ് സ്റ്റെപ്പ് വൈൽ പിയറിംഗ് ദ പ്രൊട്ടസ്റ്റ് ആൻഡ് സേവിംഗ് ദി ഓഫീസേഴ്സ്. അതായത് അപ്പോൾ ഡെൽഹൌസിക്ക് മനസ്സിലായി ഇതൊരു ചെറിയ പ്രസിഡൻസിൽ മാത്രം നടത്തേണ്ട ഒരു കാര്യമല്ല, ഇതെന്താണ് എല്ലാ പ്രസിഡൻസിലും എത്തിക്കണം. അപ്പം ബംഗാളിലെ ആർമിയിലുള്ള ആൾക്കാർ അവരെന്തായി, അവർ പാനിക്കായി. ഇതെന്താ, അവരുടെ റിച്വൽസിന് എഗനസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരുടെ മക്കൾസിനെ, അവരുടെ കുട്ടികളെ കൂടി എന്താണ് ഈ ഒരു പ്രാക്ടീസിൽ നിന്ന്, അവിടെ ഒരു സോഷ്യൽ റിച്വൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താ മൊത്തത്തിൽ മനസ്സിലായത്? അതായത് മിലിറ്ററി ഫാക്ടേഴ്സ് നോക്കുവാണെങ്കിൽ ജനറൽ എൻലിസ്റ്റ്മെൻറ്റ് ആക്ട് ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഹെവിലി റിക്രൂട്ടിംഗ് പീപ്പിൾ ഫോർ ഓവർസീസ് ഡ്യൂട്ടി, ജനറൽ സർവീസ്, ബട്ട് എക്സെപ്റ്റ് ബംഗാൾ ആർമി. പക്ഷെ ഡെൽഹൌസി എന്ത് ചെയ്യുന്നു? ഡെൽഹൌസി ഇവിടെ ഇനി ഇത്തരത്തിലൊരു ഡിസ്ക്രിമിനേഷൻ്റെ ആവശ്യമില്ല, എവരി വൺ ഷുഡ് ഡു ദ ജനറൽ സർവീസ് എന്ന് പറയുന്നു. അപ്പോൾ ബംഗാൾ ആർമിക്ക് മനസ്സിലായി ഇത് അവരുടെ ബിലീഫ്സിനെ, റിച്വൽസിനെയൊക്കെ കട്ട് ഓഫ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അലോ ചെയ്യാൻ പറ്റത്തില്ല. ഇതും അവരെ ഫൈറ്റ് ചെയ്യാനായിട്ട്, അതായത് 1857 ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രയത്നിക്കുന്നതാണ് മിലിറ്ററി കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി മേജർ പോളിസീസ്, ചില പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിൻ്റെ ബേർഡൻ കാരണവും ഈ 1857 റിവോൾട്ടിൽ പല ഭാഗത്തു നിന്ന് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് പോളിസീസ് എന്ന് പറയാം? ഒന്ന് പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ്.
Permanent settlement was introduced by Governor General Lord Cornwallis. Lord Cornwallis ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പെർമനന്റ് സെറ്റിൽമെന്റ് which is also known as Permanent Settlement of Bengal was an agreement between East India Company and the landlords of Bengal to fix a land revenue. അതായത് 1793 പെർമനന്റ് സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കാതെ ഓർത്ത് വെച്ചിരിക്കണം. അതുകൊണ്ട് ലോർഡ് കോൺവാലിയസ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ള കാര്യവും ഓർത്തിരിക്കണം. പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവരുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇതൊരു ലാൻഡ് റവന്യൂ ആണ്. എന്താണ്? ഒരു ലാൻഡ് റവന്യൂ ആണെന്നുള്ള കാര്യം അറിയുക. അതായത് ഒരു ലാൻഡിലുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടാക്സ് പിരിച്ചെടുക്കും. അത് ടോട്ടൽ ഉള്ള ലാൻഡ് റവന്യൂവിൻ്റെ 11 പാർട്ടായിട്ടാണ് അവർ പിരിച്ചെടുക്കുന്നതെങ്കിൽ 10/11% ആർക്കുള്ളതായിരിക്കും? ബ്രിട്ടീഷ് കമ്പനീസിനുള്ളതായിരിക്കും. 1/11 എന്ന് പറയുന്ന പോർഷൻ ജമീന്ദാർമാർക്കുള്ളതായിരിക്കും. ഈ ഒരു കണക്കിൽ പെർമനൻ്റ് ആയിട്ട് ലാൻഡ് റവന്യൂ പിരിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്? അവിടുത്തെ പെർസൺസിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ സ്മോൾ കൾട്ടിവേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേർഡൻ ആയിരുന്നു. ഇത് 1857 റിവോൾട്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കുറേ പേരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. Second policy was Raichwari and Mahalwari. Raichwari system means this is a system the persons or the cultivators were regarded as the owners of the land. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പെസൻസിനെ അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സിനെ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദേ ഹാഡ് ദ ഓണർഷിപ്പ് റൈറ്റ്, കുഡ് സെൽ, മോർഗേജ് ഓർ ഗിഫ്റ്റ് ദ ലാൻഡ്. അവർക്കത് ഓണർഷിപ്പ് റൈറ്റ് ഉണ്ട്. അവർക്കത് സെല്ല് ചെയ്യാം, മോർഗേജ് ചെയ്യാം, പണയം വയ്ക്കുകയോ ഗിഫ്റ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ലാൻഡ്. ദ ടാക്സസ് വെയർ ഡയറക്ട്ലി കളക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ദ പെസൻസ്. ഇവിടെ എന്താണ്? ടാക്സസ് ആരാണ് കളക്ട് ചെയ്യുന്നത്? ഗവൺമെൻറ് ഡയറക്ട്ലി പെസൻസിൻ്റെ അടുത്ത് നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ദ റേറ്റ് വെയർ 50% ഇൻ ഡ്രൈ ലാൻഡ് ആൻഡ് 60% ഇൻ വെറ്റ് ലാൻഡ്. ഇറ്റ് വാസ് വെരി ഹ്യൂജ്. ഇത് ഭയങ്കര ഒരു അപ്പോഴത്തെ ജനതയ്ക്ക് താങ്ങാൻ പറ്റാത്തൊരു എമൗണ്ട് ആയിരുന്നു. അതായത് എന്തവരുടെ ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ 50% ടാക്സ് ആയിട്ട് കൊടുക്കുക, 60% ടാക്സ് ആയിട്ട് കൊടുക്കുക. ഇതും എന്താണ്? ഒരുപാട് പെർസൻസിനെ അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സിനെ എന്ത് ചെയ്തു? ഈ പറയുന്ന 1857 റിവോൾട്ടിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ട്രിഗർ ചെയ്തു. അടുത്ത പോളിസിയാണ് മഹൽവാരി. മഹൽവാരി സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ ഇന്ത്യ ടു പ്രൊട്ടക്ട് വില്ലേജ് ലെവൽ ഓട്ടോണമി. അതായത് ഓരോ വില്ലേജ് ലെവൽ ഓട്ടോണമിക്ക് വേണ്ടിയാണ് സിസ്റ്റം കൊണ്ടുവന്നത്. മഹൽ മീൻസ് വില്ലേജ് എന്നാണ്. മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് എന്നാണ് കേട്ടോ. അപ്പം വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റമാണ് മഹൽവാരി എന്ന് പറയുന്നത്. വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആരാണ്? ഹോൾട്ട് മെക്കൻസിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1822 ഇതൊക്കെ മറക്കല്ലേ. 1822 ഹോൾട്ട് മെക്കൻസി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ വേർഡ് മഹൽവാരി ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഹിന്ദി വേർഡ് മഹൽ. മഹൽ എന്ന് പറയുന്ന ഹിന്ദി വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. വിച്ച് മീൻസ് കമ്മ്യൂണിറ്റി. എന്താണ് ആ ഹിന്ദി വേർഡിൻ്റെ മീനിങ്? എന്താണ്? കമ്മ്യൂണിറ്റി എന്നാണ്. മെയ്ഡ് ഫ്രം 1 or more വില്ലേജസ്. 1 or more വില്ലേജസ് ചേർന്നുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് മഹൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ദ മഹൽവാരി സിസ്റ്റം ദ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഫ്രം ദി ഫാമേഴ്സ് ബൈ ദ വില്ലേജ് ഹെഡ്മാൻസ്. ഇവിടെ ആരാണ്? ഒരു മിഡിൽമൻ ഉണ്ട്. ഫാർമേഴ്സ് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുകയല്ല, ഒരു വില്ലേജ് ഹെഡ്മാനാണ് ഇത് കളക്ട് ചെയ്യുന്നത്. ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ വില്ലേജ്. ആ വില്ലേജിന് മുഴുവനായിട്ടും അദ്ദേഹമാണ് കളക്ട് ചെയ്യുന്നത്. ആൻഡ് നോട്ട് ദ ജമീന്ദാസ്. ജമീന്ദാസ് അല്ല, വില്ലേജ് ഹെഡ്മാൻസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇത് മഹൽവാരി സിസ്റ്റവും എന്താണ്? ജനങ്ങളെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ലീഡ് ചെയ്ത ഒരു പോളിസിയാണ്. ഇനി നമ്മൾ 1857 റിവോൾട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂട്ടണിയാണ് വെല്ലൂർ മ്യൂട്ടണി എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നോക്കിയാൽ, വെല്ലൂർ മ്യൂട്ടണി ടുക്ക് പ്ലേസ് ഈവൻ ബിഫോർ ദ റിവോൾട്ട് ഓഫ് 1857. ഈവൻ ബിഫോർ എന്ന് പറയുമ്പോൾ 15 years ബാക്ക്. 15 അല്ല, 50 years ബാക്ക്. It erupted on 10th July 1806. വെല്ലൂർ പ്രസന്റ് ഡേ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഭാഗമാണിപ്പോൾ അത്.
ആൻഡ് ലാസ്റ്റഡ് ഓൺലി ഫോർ എ ഡേ. ഒരു ദിവസത്തേക്ക് മാത്രം നീണ്ടു നിന്നൊരു മ്യൂട്ടണിയാണ്. ബട്ട് ഇറ്റ് വാസ് ബ്രൂട്ടൽ ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് മേജർ മ്യൂട്ടണി ഇൻ ഇന്ത്യൻ ഷിപ്പോയ്സ് ഇൻ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യൻ സിപ്പോയ്സ് നടത്തിയ ആദ്യത്തെ ഒരു മ്യൂട്ടണിയായിരുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു മ്യൂട്ടണിയായിരുന്നു. ഇത് ഓർത്തെന്നോണം, വലിയൊരു മ്യൂട്ടണി എന്ന് ഓർത്ത് വെക്കണം. 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു മ്യൂട്ടണി ഓർത്ത് വെച്ചോണം. ഏത് വർഷമാണ്? 1806 ആണ്, ജൂലൈ 10 ഓക്കെ അല്ലേ? ഓക്കെ. എന്നൊക്കെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതും എന്താണ്? ഒരു പോളിസിയാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസിയാണ്. ഇതും എന്തിന് കാരണമായിട്ടുണ്ട്? ബ്രിട്ടീഷേഴ്സിന് എതിരെ 1857 റിവോൾട്ടിൽ ആർക്ക്? ബ്രിട്ടീഷേഴ്സിനെതിരെ നിൽക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചൊരു ഘടകമാണ്. എന്താണ് ഈ മ്യൂട്ടണിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മ്യൂട്ടണിക്കകത്തല്ല, ഡോക്ട്രിൻ ഓഫ് ലാപ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദ നോട്ടബിൾ ബ്രിട്ടീഷ് ടെക്നിക് കോൾഡ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് ഫസ്റ്റ് perpetrated by Lord Dalhousie in late 1840s. അതായത് ലോർഡ് ഡൽഹൌസി ആണ് ലേറ്റ് 1840s ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവരുന്നത്. എന്താണിത്? It involved in the British prohibiting the Hindu ruler without a natural heir. അതായത് ഏതെങ്കിലും ഒരു ഹിന്ദു റൂളറിന് ഒരു നാച്ചുറൽ ഹെയർ, അതായത് ഒരു എന്താണ് സ്വാഭാവിക അവകാശി ഇല്ലാതായി വരുന്ന സാഹചര്യത്തിൽ അഡോപ്റ്റിംഗ് എ സക്സസർ ആൻഡ് ആഫ്റ്റർ ദ റൂളർ ഡൈഡ് ദ അബ്ഡിക്കേറ്റഡ് ആൻഡ് അനക്സിങ് ഹിസ് ലാ. അതായത് ഏതെങ്കിലും ഒരു റൂളർ വിത്തൗട്ട് എ നാച്ചുറൽ ഹെയർ ആണെങ്കിൽ, അദ്ദേഹത്തിന് ഒരു നാച്ചുറൽ ഹെയർ ഇല്ല എങ്കിൽ അവരൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തെന്ന് വെച്ചു. ആ അഡോപ്റ്റ് ചെയ്ത ആൾക്ക് പവർ ഉണ്ടായിരിക്കത്തില്ല. ഈ ആരാണോ ഇതിനെ അഡോപ്റ്റ് ചെയ്തത് ആ റൂളർ മരിക്കുന്നതോടുകൂടി ആ പ്ലേസ് അനക്സ് ചെയ്തെടുക്കുന്നു? ബ്രിട്ടീഷുകാർ അനക്സ് ചെയ്തെടുക്കുന്നു. ഈ ഒരു പ്രോഗ്രാമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞത്. അതായത് ബ്രിട്ടീഷ് ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താണ്, ഒരു റൂളറിന് ഒരു സ്വന്തമായിട്ടൊരു അവകാശം ഇല്ലാതെ വരുമ്പോൾ അത് ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു. ഇതെന്താണ്? ആ റൂളറിനെ, ആ ഡൈനാസ്റ്റിനെ, ആ എംപയറിനെ ഒക്കെ തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതും കുറേ പേര് 1857 റിവോൾട്ടിനെതിരെ 1857 റിവോൾട്ടിലേക്ക് വരാനായിട്ട് കാരണമായ ഒരു പോളിസിയാണ്. To those problems added to the growing discontent of the Brahmanas, many of whom had been disappointed for their revenues and had lost electorate positions. അതായത് ഈ പറഞ്ഞാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന എന്താണ് ആളുകൾ പോലും എന്താണ് ലീഗൽ ഹെയർസ് ഇല്ലാത്തത് കാരണം അവരുടെ റവന്യൂസ് ലോസ്റ്റ് ചെയ്യാൻ, അവർ അതുവരെയുള്ള ടെറിട്ടറി, അവരുടെ കിങ്ഡം, അവരുടെ മുഴുവനും സാധനങ്ങളും എന്താണ് ബ്രിട്ടീഷിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ പോളിസീസ് എന്തിന് കാരണമായിട്ടുണ്ട്? 1857 റിവോൾട്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പീപ്പിളിനെ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ബൈ ദ യൂസ് ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കമ്പനി ടുക്ക് ഓവർ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പം ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം കമ്പനി ടുക്ക് ഓവർ ചെയ്ത് അവർ പിടിച്ചെടുത്തിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് കേട്ടോ. നോക്കി ഏതൊക്കെയാണ്? സത്താര 1848 സത്താര അവർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം, അതായത് ലീഗൽ ഹെയർ ഇല്ല എന്നുള്ള ആ ഒരു കുറ്റം പ്രകാരം പിടിച്ചെടുത്ത സ്ഥലമാണ്. ഇതാണ് സത്താര 1849. ജയ്പൂർ, സാമ്പൽപൂർ 1848 ആണ് സത്താര. ഞാൻ 49 എന്ന് പറഞ്ഞ പോലെ തോന്നി. സത്താര 1848, ജയ്പൂർ, അതുപോലെ സാമ്പൽപൂർ 1849, ഭഗത് 1850, ഉദയ്പൂർ ഇതാണ് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലുള്ളതാണ്, അത് 1852, ഝാൻസി കണ്ടോ 1854, അതുപോലെ നാഗ്പൂറും 1854, തഞ്ചാവൂർ ആൻഡ് ആർക്കോട്ട് അത് 1855. ഇതൊക്കെ എന്താണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം അവർ പിടിച്ചെടുത്ത സ്റ്റേറ്റ്സ് ആണ്. ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് വിഡ്രോൺ ബൈ ലോർഡ് കാനിങ്. ലോർഡ് കാനിങ് ആണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വേണ്ടാന്ന് വെക്കുന്നത്. ആരാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത? ഡൽഹൌസി ആണ്. ഇത് വേണ്ടാന്ന് വെക്കുന്ന ആരാണ്? ലോർഡ് കാനിങ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം 1857 റിവോൾട്ടിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം.
അവിടെ ഈ 1857 റിവോൾട്ടിൻ്റെ സമയത്ത് ഇത് മീററ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മീററ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരവിടെ നിന്ന് എന്താണ് നേരെ ഡൽഹിയിലേക്കാണ് വരുന്നത്. ഡൽഹി വന്നിട്ട് അവിടെ നിന്ന് ഷാ ആലം സെക്കൻഡിനെ അവരെന്തെടുക്കുന്നു, അവരവിടെ ചക്രവർത്തിയായിട്ട് വാഴിക്കുകയും ഷാ ആലം സെക്കൻഡിനെ കൊണ്ട് ലെറ്റേഴ്സ് എഴുതി മറ്റ് പ്രൊവിൻസുകളിലേക്ക് അയച്ച് അവിടെ നിന്നുള്ള സപ്പോർട്ട് നേടിക്കൊണ്ടാണ് ഇത് ഒരു ബിഗ് റിവോൾട്ടായിട്ട് നടത്തുന്നത്. അപ്പോൾ ഇത് പല ഭാഗത്തു നിന്നുള്ള ലീഡേഴ്സ് ഒന്നിച്ച് ചേർന്ന് നടന്നിട്ടുള്ള ഒരു റിവോൾട്ടാണ്. അപ്പോൾ ഓരോ ലീഡേഴ്സും ഇതിനോട്ട് വരാനായിട്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ചിലത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കാരണം വന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പല പോളിസീസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അഫക്റ്റ് ചെയ്തത് കാരണം വന്ന ആളുകളാണ് കൂടുതലും. പേഴ്സൺസ് ആണെങ്കിലും അതിൻ്റെതായ റീസൺസ് ഉണ്ട്. എന്താണ് മഹൽവാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, ഈ റീസൺസ് ഒക്കെ കൊണ്ട് വന്നിട്ടുള്ളവരാണ് കൂടുതലും. അപ്പോൾ ഇനി ഓരോ ലീഡേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ, അവരിന്നത്തെ എന്ത് റോളാണ് വഹിച്ചിട്ടുള്ളതെന്നാണ് നമുക്കിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുന്നത് ലീഡേഴ്സും അവർ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. മുഴുവൻ പേരുടെ ഇല്ല, പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. ഭക്ത് ഖാൻ അറ്റ് ഡൽഹിയിൽ ഭക്ത് ഖാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഭക്ത് ഖാൻ സെർവ്ഡ് ആസ് എ ലീഡർ ഓഫ് ഡൽഹിയുടെ ലീഡറായിട്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. ഹൗവർ ദ സോൾജേഴ്സ് ഹെൽഡ് ട്രൂ പവേഴ്സ്, സോൾജേഴ്സിൻ്റെ അടുത്താണ് ട്രൂ പവർ എങ്കിലും അദ്ദേഹം ഒരു ലീഡറായിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ഓൺ ദ 3rd 1857 on July 3rd 1857 ഭക്ത് ഖാൻ who had organized the soldiers uprising in ബറേലിയിൽ സോൾജിയേഴ്സ് അപ്രൈസിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അറൈവ്ഡ് ഇൻ ഡൽഹി ആൻഡ് അസ്യൂംഡ് റിയൽ പവർ, എന്നിട്ട് ഡൽഹി എത്തി റിയൽ പവർ അവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഈ അസംബിൾഡ് എ കോർട്ട് ഓഫ് സോൾജിയേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് ബോത്ത് മുസ്ലിംസ് ആൻഡ് ഹിന്ദു റിബൽസ്, മുസ്ലിം ആൻഡ് ഹിന്ദു റിബൽസ് ചേരുന്ന ഒരു കോർട്ട് ഓഫ് സോൾജിയേഴ്സിനെ അസംബിൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഭക്ത് ഖാൻ ഡൽഹിയിൽ നൽകിയ കോൺട്രിബ്യൂഷൻസ് ആണ്. അടുത്തൊക്കെ ബീഗം ഹസ്രത്ത് മഹൽ അറ്റ് ലക്നൗ അവരെന്തൊക്കെയാണ്, ബീഗം ഹസ്രത്ത് മഹൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിട്ടുള്ളത് നോക്കാം. ബീഗം ഓഫ് അവധ് പ്രൊവൈഡഡ് ദ ലീഡർഷിപ്പ് ഓഫ് പ്രൊക്ലൈംഡ് ഹർ സൺ ബിർജീസ് ഖാദർ ദ നവാബ് ഓഫ് അവധ്. ബീഗം of Awadh provided the leadership and proclaimed her son. അത് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലീഗൽ ഹെയർ ഇല്ലായിരുന്നു. അപ്പം അതിന് അങ്ങനെ എന്താണ് പ്രൊവിൻസ് നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത്. ഈ പ്രൊക്ലൈംഡ് ഹെർ സൺ ബുർജീസ് ഖാദർ നവാബ് ഓഫ് അവധ്. അങ്ങനെ ബുർജീസ് ഖാദറിനെ അവർ അഡോപ്റ്റ് ചെയ്യും, അവധിലെ നവാബായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ബട്ട് മൗലവി അഹമ്മദുള്ള ഓഫ് ഫൈസാബാദ് ഹു ഓർഗനൈസ്ഡ് റിബൽസ് ആൻഡ് ഫോർട്ട് ദ ബ്രിട്ടീഷ് വാസ് ദ മോസ്റ്റ് പോപ്പുലർ ലീഡർ. മൗലവി അഹമ്മദുള്ള ആരാണ്? മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലുള്ള വ്യക്തിയാണ്. ഫൈസാബാദ് ഹു ഓർഗനൈസ്ഡ് റിബൽസ്, അദ്ദേഹവും കൂടെ ചേർന്ന് റിബൽസ് ഓർഗനൈസ് ചെയ്യുകയും ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഒരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ലീഡറാണ്. അടുത്ത റാണി ലക്ഷ്മി ബായി അറ്റ് ജാൻസിയിലെ റാണി ലക്ഷ്മി ബായി നോക്കിയേ. She believed that she had been robbed for her ruling right in defiance of the recognized Hindu law and fight violently. ഇവരും ബിലീവ് ചെയ്തു ഇവർക്ക് എന്ത് സംഭവിക്കുകയാണ്, ഇവരുടെ കയ്യിലുള്ള പവർ നഷ്ടപ്പെടുകയും ഇവർ ഹിന്ദു ലോസിനനുസരിച്ച് ഇവരെ ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യില്ല എന്ന് തോന്നുകയാണ്. ലീഡ് ദ റിബൽസ് ഇൻ ദ റീജിയൺ ഓഫ് ബുന്ദേൽഖണ്ഡ് എഗൻസ്റ്റ് ദ ബ്രിട്ടീഷ്. എവിടെയാണ്? ബുന്ദേൽഖണ്ഡിലാണ് ബ്രിട്ടീഷിന് അഗൻസ്റ്റ് ആയിട്ട് ഫോർട്ട് ചെയ്തത്. ബാറ്റിൽ നോക്കിയേ. ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഫോഴ്സസ് അണ്ടർ ഹ്യൂഗ് റോസ് എൻറിച്ച് ദ ഫോർട്ട് ഓഫ് ജാൻസി. അതായത് ഹ്യൂഗ് റോസ് ആണ് ജാൻസിനെ സമരത്തിൽ ബാറ്റിൽ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ദാന്ത്യ തോപ്പി ആൻഡ് ലക്ഷ്മി ബായി സക്സസ്ഫുള്ളി asserted and the British in Gwalior and proclaimed Nana Sahib of the Peshwa. എന്നിട്ട് എന്താണ്? താന്ത്യ തോപ്പിയും ലക്ഷ്മി ബായും കൂടെ സക്സസ്ഫുള്ളി ബ്രിട്ടീഷേഴ്സിനെ ഗ്വാളിയറിൽ വെച്ച് തോൽപ്പിക്കുകയും നാനാ സാഹിബിനെ പേഷ്വായിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഇത് ഓരോരുത്തരുടെ റോളാണ് പറയുന്നത് കേട്ടോ. അടുത്ത നാനാ സാഹിബ് ഇൻ കാൺപൂർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നാനാ സാഹിബ് 1857 റിവോൾട്ടിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നാനാ സാഹിബ് വാസ് ദ ലീഡർ ഓഫ് കാൺപൂർ റെജിമെൻറ്റ്. He attacked the British soldiers of the 53rd Native Infantry at Kanpur with Tandya Topi in June 1857. അപ്പോൾ നാനാ സാഹിബും കാൺപൂർ റെജിമെൻറ്റിലെ ഒരു ലീഡറാണ്.
he attacked the British soldiers ഏത് ട്രൂപ്പിലുള്ള 53rd നേറ്റീവ് ഇൻഫൻട്രി കാൺപൂർ റെജിമെൻറ്റിലുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ അദ്ദേഹം അറ്റാക്ക് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് താന്ത്യ തോപ്പി ഇൻ ജൂൺ 1857. Attack on the British East India Company's enrichment under the General Sir Hugh Wheeler. General Hugh Wheelerന്റെ അണ്ടറിലുള്ള ആൾക്കാരെയാണ് ഇദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത് ഓപ്പോസിഷനായിട്ട്. Sir Hugh Wheeler surrendered the Nana Sahib in exchange for a secure passage to Allahabad. അവസാനം എന്ത് സംഭവിക്കുന്നു? സർ ഹ്യൂഗ് വീലർ സറണ്ടർ ടു നാനാ സാഹിബ്, നാനാ സാഹിബിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യുകയും ഇൻ എക്സ്ചേഞ്ച് അതിന് പകരമായിട്ട് ഫോർ സെക്യൂർ പാസേജ് ടു അലഹബാദിലേക്കുള്ള സെക്യൂർ പാസേജ് നൽകുകയും ചെയ്യുന്നു. നാനാ സാഹിബ് അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് എ പേഷ്വ or the ruler after expelling the British from Kanpur. അപ്പോൾ അതിനുശേഷം ബ്രിട്ടീഷ് കാൺപൂരിൽ നിന്ന് പോയി കഴിയുമ്പോൾ അദ്ദേഹം ഹിംസെൽഫ് അദ്ദേഹം തന്നെ പ്രൊക്ലെയിം ചെയ്യുകയാണ് ഞാനാണ് ഇനി പേഷ്വ എന്നുള്ള കാര്യം നാനാ സാഹിബ് പ്രൊക്ലെയിം ചെയ്യുകയാണ്. കൻവർ സിംഗ് അറ്റ് ബീഹാറിലെ കൻവർ സിംഗിൻ്റെ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ഹി മാർച്ച്ഡ് ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ടു റീച്ച് ദ മിർസാപൂർ, ബന്ദ ആൻഡ് ദ ഏരിയ ഓഫ് കാൺപൂർ വിത്ത് എ war band of Danapur sepoys and a rebel Ramgarh state battalion. അതായത് അദ്ദേഹം ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് മാർച്ച് ചെയ്തു. എങ്ങനെയാണ് ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ്? ഏതൊക്കെ സ്ഥലത്തൂടെയാണ്? മിർസാപൂരിൽ കൂടെ. എവിടെ എത്താൻ വേണ്ടി? ടു റീച്ച് മിർസാപൂർ, ബന്ദ ആൻഡ് ദ ഏരിയ അറൗണ്ട് കാൺപൂർ. ഈ സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് അദ്ദേഹം മാർച്ച് ചെയ്തു വിത്ത് എ വാർ ബാൻഡ്. ഒരു വാർ ബാൻഡിനെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മാർച്ച് ചെയ്തു. ഓഫ് ധനപൂർ സിപ്പായിസ് ഉണ്ടായിരുന്ന അതിനകത്ത് റിബൽ ഓഫ് രാംഗഡ് സ്റ്റേറ്റ് ബറ്റാലിയൻ, ഇവരെ എല്ലാവരും കൂടെ ചേർത്തിട്ട് അദ്ദേഹം ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് ഈ ഒരു റിബലിന് വേണ്ടിയിട്ട്, ഈ ഒരു റിവോൾട്ടിന് വേണ്ടിയിട്ട് മാർച്ച് ചെയ്തിട്ടുണ്ട്. ഹി റീച്ച്ഡ് അപ് ടു രേവ സ്റ്റേറ്റ് ആൻഡ് റിട്ടേൺഡ് ടു ബന്ദ ആൻഡ് ദെൻ back to Ara where they engaged and they defeated the British troop. ഇദ്ദേഹം പോയ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ എന്താണ്? ബ്രിട്ടീഷ് ട്രൂപ്പിനെ അദ്ദേഹം ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടേക്കാണ്? ഹി റീച്ച്ഡ് രേവ സ്റ്റേറ്റ്, റിട്ടേൺ ടു ബന്ദ ആൻഡ് ബാക്ക് ടു ആര. ഇവിടെയൊക്കെ തന്നെ എന്താണ്? ഡിഫീറ്റഡ് ദ ബ്രിട്ടീഷ് ട്രൂപ്പ്. എല്ലായിടത്തും ബ്രിട്ടീഷ് ട്രൂപ്പിനെ തോൽപ്പിക്കാനായിട്ട് കൻവർ സിംഗിന് സാധിച്ചിട്ടുണ്ട്. ഹി സഫേർഡ് സിവിയർ ഇഞ്ചുറീസ് ആൻഡ് പാസ്ഡ് എവേ ഇൻ ഏപ്രിൽ 27, 1858 ഇൻ ഹിസ് ആൻസിസ്ട്രൽ ഹോം ആൻഡ് ഇൻ ദ ജാഗദീഷ്പൂർ വില്ലേജ്. അവസാനം അദ്ദേഹം 1858 ഏപ്രിൽ 28 അദ്ദേഹം മരിക്കുന്നത്. ആരാണ്? കൻവർ സിംഗ്. ഓക്കെ അല്ലേ? ഇത്രയും. അടുത്ത താന്ത്യ തോപ്പി നൽകിയ കോൺട്രിബ്യൂഷനും കൂടി നോക്കിക്കേ. റിബൽഡ് എഗനസ്റ്റ് ദ ബ്രിട്ടീഷ് അറ്റ് കാൺപൂർ ആൻഡ് ലേറ്റർ ദ ഗ്വാളിയർ. എന്താണ്? അദ്ദേഹം ആദ്യം കാൺപൂരിലും അതുപോലെ തന്നെ ഗ്വാളിയറിലും ബ്രിട്ടീഷിന് അഗനസ്റ്റ് ഫോർട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഈസ് നോൺ ഫോർ ദ ഫിയർസം ഗുറില്ല ടാക്ടിക്സ്. അദ്ദേഹം എങ്ങനെയാണ്? ഒരു ഗുറില്ല ടാക്ടിക്സ് ആണ്. എന്താണ്? ഫിയർസം ഗുറില്ല ടാക്ടിക്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ച തന്ത്രം. അതായത് ഒളിപ്പോർ എന്ന് പറയുന്നൊരു തന്ത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇൻ 1857 he captured Kanpur and established the authority of Nana Sahib there. അദ്ദേഹം 1857 കാൺപൂർ ക്യാപ്ചർ ചെയ്യുകയും അതുപോലെ തന്നെ നാനാ സാഹിബിൻ്റെ അതോറിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. But after being forced to retreat by the British at the second battle of Kanpur, he went to Gwalior. പിന്നീട് അദ്ദേഹം ഗ്വാളിയാറിലേക്ക് മാറുകയാണ് ചെയ്തത്. ആഫ്റ്റർ ബീയിങ് ഫോഴ്സ്ഡ് ടു റിട്രീറ്റ് ദ ബ്രിട്ടീഷ് അറ്റ് ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് കാൺപൂർ ഹി വെൻറ്റ് ടു ഗ്വാളിയാർ. ഗ്വാളിയാറിലാണ് പിന്നീട് അദ്ദേഹം സമരം ചെയ്യാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 1857 റിവോൾട്ടിലെ ഇന്ത്യൻ ലീഡേഴ്സും അവരെ ആരാണ് സപ്രസ് ചെയ്തതെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഡൽഹിയിൽ ആരായിരുന്നു ലീഡർ? ഇത് നന്നായിട്ട് പഠിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡൽഹിയിൽ ആരായിരുന്നു ലീഡർ? ഡൽഹിയിലെ ലീഡറായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അവിടെ ആരാണ് ബഹദൂർ ഷാ സെക്കൻഡിനെ സപ്രസ് ചെയ്തത്? ജോൺ നിക്കോൾസൺ. ഇമ്പോർട്ടൻറ്റ്, ജോൺ നിക്കോൾസൺ ആണ് ബഹദൂർ ഷാ സെക്കൻഡിനെ സപ്രസ് ചെയ്തത്. അടുത്തതാണ് ലക്നൗവിൽ ആരാണ്? ലക്നൗവിൽ റിബൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹൽ.
ഹെൻറി ലോറൻസ് ആണ് അവിടെ ബീഗം ഹസ്രത്ത് മഹലിൻ്റെ ലീഡർഷിപ്പിനെ സപ്രസ് ചെയ്തത്. ആരാണ്? ഹെൻറി ലോറൻസ് ആണ്. ഹെൻറി ലോറൻസ് ആണ്. കാൺപൂരിൽ ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബാണ്. ആരാണ്? കാൺപൂരിൽ നാനാ സാഹിബാണ് ലീഡറായിട്ടുണ്ടായിരുന്നത്. 1857 റിവോൾട്ടിൻ്റെ ലീഡർ നാനാ സാഹിബായിരുന്നു കാൺപൂരിൽ. സർ കോളിംഗ് ക്യാമ്പയിൻ ആരാണ് അവിടെ സപ്രസ് ചെയ്തത്? നാനാ സാഹിബിനെയും ടീമിനെയും സർ കോളിംഗ് ക്യാമ്പയിലാണ്. ആരാണ്? സർ കോളിംഗ് ക്യാമ്പയിലാണ്. നല്ലോണം പഠിച്ചോണേ. അടുത്തതാണ് പ്ലേസസ് നോക്കിയാൽ ഝാൻസി ആൻഡ് ഗ്വാളിയാർ. ഝാൻസിയിലും ഗ്വാളിയാറിലും ആരാണ്? അത് ലക്ഷ്മിഭായ് ആൻഡ് താന്ത്യ തോപ്പിയാണ്. ഝാൻസി റാണി അല്ലെങ്കിൽ ലക്ഷ്മിഭായ്, മണികർണിക, മനുഭായ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് ലക്ഷ്മിഭായ് ആൻഡ് താന്ത്യ തോപ്പിയാണ് ഝാൻസിയിലും ഗ്വാളിയാറിലും റിവോൾട്ട് നടത്തിയിരുന്നത്. ഇനി ആരാണ് ലക്ഷ്മിഭായിനെയും താന്ത്യ തോപ്പിനെയും സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്? ജനറൽ ഹ്യൂഗ് റോസ് ആണ്. ആരാണ്? ജനറൽ ഹ്യൂഗ് റോസ് ആണ്. ലക്ഷ്മിഭായിക്ക് റോസ് കൊടുത്തു എന്ന് ആലോചിച്ചാൽ മതിയേ. അടുത്ത നോക്കിയാൽ ബറേലിയാണ്. ബറേലിയിൽ ആരാണ് ലീഡ് ചെയ്തത്? ബറേലിയിൽ ബഹദൂർ ഖാനാണ്. ആരാണ്? ബഹദൂർ ഖാനാണ് ബറേലിയിൽ ഈ ലീഡ് ചെയ്തത്. റിബൽ ലീഡ് ചെയ്തത് ആരാണ്? ബഹദൂർ ഖാനാണ്. സർ കോളിൻ ക്യാമ്പയിലാണ് അവിടെ സപ്രസ് ചെയ്തത്. ആരാണ്? സർ കോളിൻ ക്യാമ്പയിലാണ് അവിടെ സപ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബറേലിയിൽ ബറേലി ഖാൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. ബറേലി എന്നുള്ള ബറേലി ഖാൻ വേണ്ട. ബറേലിയിൽ ബഹദൂർ ഖാനാണ്. ബഹദൂർ ഖാനിനെ സപ്രസ് ചെയ്ത ആരാണ്? സർ കോളിൻ ക്യാമ്പയിലാണ്. സർ കോളിൻ ക്യാമ്പയിലാണ്. അടുത്തത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദ് ആൻഡ് ബനാറസ്. അഹമ്മദാബാദിലും ബനാറസിലും റിവോൾട്ട് നടത്തിയത് ആരാണ്? മൗലവി ലിയാഖത്ത് അലിയാണ്. ആരാണ്? മൗലവി ലിയാഖത്ത് അലിയാണ് നടത്തിയിരുന്നത്. അവിടെ ആരാണ് അവരെ സപ്രസ് ചെയ്തത്? സപ്രസ് ചെയ്തത് കേണൽ ഓൺസിലാണ്. ആരാണ്? കേണൽ ഓൺസിൽ. കേണൽ ഓൺസിലാണ് അവരെ സപ്രസ് ചെയ്തത്. ഓർത്തിരിക്കണേ. അടുത്തതാണ് ബീഹാർ. ബീഹാറിൽ ആരാണ്? ബീഹാറിൽ ഫൈറ്റ് ചെയ്തത് കൻവർ സിംഗ് ആണ്. ബീഹാറിൽ ആരാണ് ഫൈറ്റ് ചെയ്തത്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗിനെ ആരാണ് സപ്രസ് ചെയ്തത്? വില്യം ടെയ്ലറാണ് സപ്രസ് ചെയ്തത്. ഇത്തരം കാര്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഓരോയിടത്തും ആരാണ് റിവോൾട്ട് ചെയ്തത്, ആരാണ് അവരെ സപ്രസ് ചെയ്തത്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക. അടുത്ത നോക്കിയാൽ ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് തന്നെ ഒന്നിൽ കൂടുതൽ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ റിവോൾട്ട് ഓഫ് 1857. ഡൽഹിയിൽ നമ്മൾ പറഞ്ഞു ബഹദൂർ ഖാനാണ്. ബഹദൂർ ഖാൻ മാത്രമല്ല, ബഹദൂർ ഷാ ആണ്. ഭക്ത് ഖാനാണ് റിവോൾട്ട് നടത്തിയ നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ചക്രവർത്തിയായിട്ട് ആരെയാണ് കൊണ്ടുവന്നത്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് ഡൽഹിയിൽ റിവോൾട്ട് ലീഡ് ചെയ്തത്. ആരൊക്കെയാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആൻഡ് ജനറൽ ഭക്ത് ഖാൻ. ബഹദൂർ ഷാ സെക്കൻഡും ജനറൽ ഭക്ത് ഖാനുമാണ്. ലക്നൗവിൽ ഒരാളെ നിങ്ങൾക്കറിയാം. ആരാണ്? ബീഗം ഹസ്രത്ത് മഹളാണ്. പക്ഷേ ബീഗം ഹസ്രത്ത് മഹൾ മാത്രമല്ല, ബിർജിസ് ഖാദറും അഹമ്മദുള്ളയും. അതാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒരിടത്ത് ഒരാൾ മാത്രമേ ഉള്ളെന്നല്ല. എന്താണ്? ലക്നൗവിൽ ബീഗം ഹസ്രത്ത് മഹൽ ഉണ്ടായിരുന്നു. ബിർജിസ് ഖാദറും അഹമ്മദുള്ളയും കൂടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാൺപൂരാണ്. കാൺപൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ കാര്യം പെട്ടെന്ന് അറിയാം, നാനാ സാഹിബ്. അത് തന്നെയല്ല, നാനാ സാഹിബ്, റാവോ സാഹിബ്, താന്ത്യ തോപ്പിയും കൂടെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അസീമുള്ള ഖാൻ. ഇത്രയും പേരാണ് ഇവിടെ കാൺപൂരിൽ. ആരൊക്കെയാണ്? നാനാ സാഹിബ്, റാവോ സാഹിബ്, താന്ത്യ തോപ്പി, അസീമുള്ള ഖാൻ. ഇത്രയും പേരാണ് ഇവിടെ കാൺപൂരിൽ ലീഡ് ചെയ്തിട്ടുള്ളത്. ഝാൻസിയിൽ ആരാണ്? റാണി ലക്ഷ്മിഭായ് ആണ് ഝാൻസിയിൽ ഫൈറ്റ് ലീഡ് ചെയ്തിട്ടുള്ളത്. റാണി ലക്ഷ്മിഭായ്, താന്ത്യ തോപ്പി എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കിവിടെ ചേർത്ത് വെക്കാമേ. റാണി ലക്ഷ്മിഭായിയും താന്ത്യ തോപ്പിയും. ഓക്കെ. ബീഹാറിൽ ഒരാളെ നിങ്ങൾ പറയും കൻവർ സിംഗ്. പക്ഷേ കൻവർ സിംഗ് തന്നെയല്ല, അമർ സിംഗും കൂടിയുണ്ട്. കൻവർ സിംഗും അമർ സിംഗും കൂടിയുണ്ട്. രാജസ്ഥാനിൽ ആരൊക്കെയായിരുന്നത്? ജയ്ദൽ സിംഗ് ആൻഡ് ഹർദയാൽ സിംഗ്. ഫറൂഖാബാദ്
തൗസൽസ് ഹുസൈൻ ഖാൻ അല്ല ഹസൻ ഖാൻ കേട്ടോ. ഇത്രയും പേരാണ് രാജസ്ഥാനിൽ ഫൈറ്റ് റിവോൾട്ട് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ആസാം. ആസാമിൽ ആരാണ്? കണ്ടാ പരേശ്വർ സിംഗ്, മണിറാം ദത്ത ബറൂഖ്. ഒറീസയിലോ സുരേന്ദ്ര ഷാഹിയും ഉജ്വൽ ഷാഹിയുമാണ് ഒറീസയിൽ. ഇതെന്താണ്? ഒരേ സ്ഥലത്ത് തന്നെ പല ലീഡേഴ്സ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. പക്ഷേ 1857 റിവോൾട്ട് ഇത്ര നാനാഭാഗങ്ങളിൽ നിന്നിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ട് നമ്മൾ ഫെയിലിയറായി. എന്താണ് ഈ കോസസ് ഓഫ് ഫെയിലിയർ? ഇതിന് കാരണമായത് എന്താണെന്ന് നമുക്ക് നോക്കാമേ. The Sepoys lacked one clear leader. There were several. അതെന്താണ്? സിപ്പോയ്സിനിടയിൽ എന്ത് സംഭവിച്ചു? ഒരു ക്ലിയർ ലീഡർ ഇല്ലായിരുന്നു. പലയിടത്തായിട്ട് പല ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ളൊരു കോർഡിനേഷൻ കുറവായിരുന്നു. അതാണ് മേജർ റീസൺ ആയിട്ട് പറയുന്നത്. They also did not have a coherent plan by which the foreigners would be routed. അതായത് ഫോറിനേഴ്സിനെ റൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആർക്കുണ്ടായിരുന്നില്ല? ഷിപ്പോയ്സിനുണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഫെയിലിയർ ഓഫ് 1857 റിവോൾട്ട്. ഒരു റീസൺ മാത്രമാണ്. ബാക്കി റീസൺസ് നോക്കാം. ഇന്ത്യൻ റൂളേഴ്സ് ഹു എയ്ഡഡ് ദ റിവോൾട്ട് ഡിഡ് നോട്ട് envision the plan for the country after the British were defeated. അതായത് ബ്രിട്ടീഷിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതെങ്ങനെ റൂൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചില്ല. അതായത് ഇവർക്ക് എല്ലാവർക്കും ബ്രിട്ടീഷിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് മാത്രം അറിയാം. പക്ഷെ അതിന് ശേഷമുള്ളതോ ഇതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതോ ആഫ്റ്റർ ഫൈറ്റ് ആര് കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളതോ ഒന്നും തന്നെ ഇവർ തീരുമാനിച്ചിരുന്നില്ല. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഫോൾട്ട്. Majorly northern India was affected by this revolt. North Indiaയിലാണ് ഇത് അഫക്റ്റ് ചെയ്ത് ഈ റിവോൾട്ടിന്. The three presidencies of Bengal, Bombay and Madras remained mostly unaffected. അപ്പോഴും അൺഅഫക്റ്റഡ് ആയിട്ടിരുന്നു? മദ്രാസ്, ബോംബെ, ബംഗാൾ, ഈ 3 പ്രസിഡൻസി. അതായത് ഇത് ഹ്യൂജ് പ്രസിഡൻസീസ് ആണ്, ബിഗ് പ്രസിഡൻസീസ് ആണ്. ഇവരും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തത് നല്ലൊരു വിക്ടറി ആക്കാമായിരുന്നു. പക്ഷെ അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. നോർത്ത് ഇന്ത്യയിലേക്ക് മാത്രമുള്ള ഒരു റിവോൾട്ടായിട്ട് അത് മാറി. ഇനി ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. 1857 റിവോൾട്ട് കഴിഞ്ഞു, നമ്മൾ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന ചേഞ്ചസ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എനാക്ട് ചെയ്തു. അതെന്താണ്? അണ്ടർ ദിസ് ആക്ട് ദ റൂളർ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ്ഡ്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഹാഡ് ടേക്കൺ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ് റൂളിംഗ് ഇന്ത്യ. ഇനി ഇന്ത്യനെ ഡയറക്റ്റായിട്ട് ആര് റൂൾ ചെയ്തോളും? ബ്രിട്ടീഷ് പാർലമെൻറ്റ്. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു റൂളർ എന്നുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറി ആരാ പൊസിഷൻ ഏറ്റെടുത്തു? ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ഡയറക്റ്റ് ഇന്ത്യനെ കൺട്രോൾ ചെയ്തോളും, റൂൾ ചെയ്തോളും എന്നുള്ളൊരു അവസ്ഥയായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി റിട്ടേൺ ടു ബി ജസ്റ്റ് എ ട്രേഡിംഗ് ഓർഗനൈസേഷൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വീണ്ടും എന്ത് ചെയ്തു? ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന പർപ്പസിലേക്ക് ഒതുങ്ങി. ഇന്ത്യയുടെ കാര്യം നോക്കും? ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യ ഭരിക്കും എന്നുള്ള രീതിയിലായിട്ട് വന്നു. The rule of Governor General became more pronounced and his profile was now counted as the Viceroy as well. അതായത് റോൾ ഓഫ് ഗവർണർ ജനറൽ എന്ന് പറയുന്നൊരു പദവി ഉണ്ടായിരുന്നു. ആദ്യം എന്തായിരുന്നു? ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. അത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി, പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി, പിന്നീട് അത് എന്തായിട്ട് മാറുന്നു? വൈസ്രോയ് ആയിട്ട് മാറുന്നുണ്ട്. അത്തരത്തിൽ ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിനെ എന്താക്കി മാറ്റി? അതൊരു ന്യൂ പ്രൊഫൈൽ അതിന് കൊടുത്തു. അതിനെ വൈസ്രോയ് എന്നാക്കി മാറ്റിയത് 1857 റിവോൾട്ടിന് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ടാണ്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗവർണർ ജനറൽ ആൻഡ് വൈസ്രോയ് വാസ് that the viceroy would act as a representative of Queen. അതായത് ഗവർണർ ജനറലും വൈസ്രോയും നമ്മളൊരു മേജർ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വൈസ്രോയ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ക്യൂൻ ആയിട്ട് വൈസ്രോയ് നിൽക്കും. ആൻഡ് ദ ഗവർണർ ജനറൽ വാസ് റെപ്രസെൻറ്റഡ് ഓഫ് ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്.
അതായത് വൈസ്രോയി ക്യൂനിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഗവർണർ ജനറൽ നിൽക്കും. ഹൂ അതോറിറ്റി വാസ് റെസ്ട്രിക്റ്റഡ് ടു ദാറ്റ് ബ്രിട്ടീഷ് ഇന്ത്യ ഇറ്റ്സെൽഫ് ആൻഡ് നോട്ട് ടു ദ പ്രിൻസ്ലി സ്റ്റേറ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാത്രമായിരിക്കും ഇവരുടെ അതോറിറ്റി. പറയുന്ന വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മൾ പറഞ്ഞ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് ഒരു പുതിയ പ്രൊഫൈൽ കൊടുത്തു, വൈസ്രോയി എന്നാക്കി മാറ്റി. അതുവരെ ഓക്കെയാണ്. പിന്നെ ഈ വൈസ്രോയി ആരാണ്? വൈസ്രോയി റെപ്രസെൻറ്റിംഗ് ദ ക്രൗൺ ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ബ്രിട്ടീഷ് ക്രൗണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവാണ് വൈസ്രോയി. അപ്പം ഗവർണർ ജനറൽ ഇല്ലെന്നാണോ? അല്ല. ഗവർണർ ജനറൽ എന്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറി? ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മാറി. പക്ഷേ ഇവർ എന്ത് ചെയ്യത്തുള്ളൂ? ബ്രിട്ടീഷ് പാർലമെൻറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മാത്രമേ ഇവർ കൺട്രോൾ ചെയ്യുള്ളൂ. പ്രിൻസ്ലി സ്റ്റേറ്റുകളെ അവർ യാതൊരു രീതിയിലുള്ള കൺട്രോളും വെക്കത്തില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ. ദ ബ്രോഡ് ഓഫ് കൺട്രോൾ, അതായത് 1857 റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് വന്ന പുതിയൊരു ഇന്നോവേഷനാണ്. 1857 റിവോൾട്ടിൻ്റെ ഭാഗമായിട്ട് വന്ന പുതിയൊരു ഇന്നോവേഷൻ അല്ല, 1858 ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഇതുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858ൻ്റെ ഭാഗമായിട്ട് വന്ന 4ാമത്തെ പ്രൊവിഷനാണ് ദ ബോർഡ് ഓഫ് കൺട്രോൾ. ബോർഡ് ഓഫ് കൺട്രോൾ എന്താ? എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാൽ കുറേ ഒരു 4-5 റൂൾസ് വരുന്ന പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം. ഈ ബോർഡ് ഓഫ് കൺട്രോൾ വാസ് അബോളിഷ്ഡ്. ഈ ബോർഡ് ഓഫ് കൺട്രോളിന് ഇനിയില്ല. ബോർഡ് ഓഫ് കൺട്രോൾ ടോട്ടലി അബോളിഷ് ചെയ്ത് കളഞ്ഞു. പിന്നെന്താണ്? എ ന്യൂ മിനിസ്ട്രി വാസ് ക്രിയേറ്റഡ് നോൺ ആസ് ഇന്ത്യ ഹൗസ്. ഇവിടെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ട് ഇന്ത്യ ഹൗസ് എന്ന് പറയുന്ന ഒരു പുതിയ സാധനം കൊണ്ടുവന്നു. ഹെഡഡ് ബൈ ദി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇത് അതിൻ്റെ ഹെഡ് ആയിരിക്കും. ഇന്ത്യ ഹൗസിൻ്റെ ഹെഡ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. ഫോർ ഇന്ത്യ ഹു വാസ് മിനിസ്റ്റർ ഓഫ് ക്യാബിനറ്റ് റാങ്ക്. ക്യാബിനറ്റ് റാങ്കിലുള്ളൊരു മിനിസ്റ്റർ ആയിരിക്കും അതിനെ ഹെഡ് ചെയ്യുന്നത്. പിന്നെ നോക്കിയാൽ there were 15 advisors to the Indian House. ഇന്ത്യൻ ഹൗസിന് എത്ര അഡ്വൈസേഴ്സ് ഉണ്ടായിരിക്കും? 15 അഡ്വൈസേഴ്സ് ഉണ്ടായിരിക്കും. who had wide experience of working in India. ഇന്ത്യയിൽ വർക്ക് ചെയ്ത് വൈഡ് എക്സ്പീരിയൻസ് ഉള്ള 15 അഡ്വൈസേഴ്സും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. Thus the British Parliament was trying to create a mechanism to avoid further ചാൻസസ് ഓഫ് റിവോൾട്ട്. അതായത് ഫുള്ളി ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ മൊത്തത്തിലൊരു 15 അഡ്വൈസേഴ്സിനെ വെക്കും. ഈ അഡ്വൈസേഴ്സ് എങ്ങനെയായിരിക്കും? ദേ ഹാവ് വൈഡ് നോളജ് അബൌട്ട് ഇന്ത്യ. ഇന്ത്യയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഇവർ. ഇതുകൊണ്ട് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഇത്തരത്തിലൊരു ഹ്യൂജ് റിവോൾട്ട് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ ചാൻസസും അവർ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇന്നോവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഇന്ത്യ ഹൗസ് വാസ് ദ അപ്പെക്സ് ബോഡി ടു ഗവേൺ ഇന്ത്യ. നമ്മൾ പറഞ്ഞ ഇന്ത്യ ഹൗസ് എന്നാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മാറ്റിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ മാറ്റിയിട്ട് ഇന്ത്യ ഹൗസ് കൊണ്ടുവന്നു. ഈ ഇന്ത്യ ഹൗസ് ആയിരിക്കും ഇനി എന്ത്? അപ്പെക്സ് ബോഡി ടു ഗവൺ ദ ഇന്ത്യനെ ഗവൺ ചെയ്യാൻ പോകുന്ന അപ്പെക്സ് ബോഡി ഇതായിരിക്കും. വാസ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആൻഡ് ദ ഇന്ത്യൻ ഗവേണിംഗ് സിസ്റ്റം. ഇതെന്താ ചെയ്യാൻ പോണത്? ബ്രിട്ടീഷ് പാർലമെൻറ്റിനെയും ഇന്ത്യയിലൊരു ഗവേണിംഗ് സിസ്റ്റം ഇല്ല. ഇന്ത്യയിലെ ഗവേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് കൺട്രോൾഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഗവേണിംഗ് സിസ്റ്റവും ബ്രിട്ടീഷ് പാർലമെൻറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിട്ട് ഈ എന്ത് നിൽക്കും? ഈ ഇന്ത്യ ഹൗസ് നിൽക്കും. ഓക്കെ അല്ലേ? അടുത്തത് ഇത്രയുമാണ് ഇതിൻ്റെ 1858 റിവോൾട്ടിനകത്ത് വന്ന പ്രൊവിഷൻസ്. ഓക്കെ, റിവോൾട്ട് അല്ല, 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് വന്ന പ്രൊവിഷൻസ്. നമ്മൾ തിരിച്ച് ഇതിനൊക്കെ തന്നെ വരുവാണ്. 1857 റിവോൾട്ടിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ മിലിറ്ററി ഓർഗനൈസേഷൻ വന്നിട്ടുള്ള ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ടു പ്രിവെൻറ്റ് ഫർദർ റിവോൾട്ട് ബൈ ദ ഇന്ത്യൻ സോൾജേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഷിപ്പോയ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻട്രൊഡക്ഷൻ ഓഫ് എൻഫീൽഡ് റൈഫിളിന് എഗനസ്റ്റ് ആയിട്ട് വന്ന ഒരു റിവോൾട്ടാണ് ഷിപ്പോയ് മ്യൂട്ടണി. അതാണ് ഈ പറയുന്ന എല്ലാ റൂളേഴ്സും കൂടെ ഏറ്റെടുത്ത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതി വരെ വളർത്തിയെടുത്തത്. അപ്പം ഇത്തരത്തിൽ ഇനി മിലിറ്ററിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു റിവോൾട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇവരെടുത്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് യൂറോപ്യൻ സോൾജേഴ്സ് വാസ് ഇൻക്രീസ്ഡ് ആൻഡ് ദേ വെയർ കെപ്റ്റ് ഇൻ ജിയോഗ്രഫിക്കൽ ആൻഡ് മിലിറ്ററി പൊസിഷൻ. അതായത് നമ്പർ ഓഫ് യൂറോപ്യൻ സോൾജേഴ്സ്, അതായത് ഇന്ത്യൻ സോൾജേഴ്സിനല്ലേ ഈ
കാർട്ടേജിൻ്റെ പ്രശ്നമാണെങ്കിലും ഓവർസീസ് ഡ്യൂട്ടീൻ്റെ പ്രശ്നങ്ങളേ വരുള്ളൂ. അതുമല്ല എന്തൊക്കെയാണെങ്കിലും അവർ ഇമോഷണലി കണക്റ്റഡ് ടു ഇന്ത്യ. അവർ ബ്രിട്ടീഷേഴ്സിൻ്റെ ഫോഴ്സിൻ്റെ ഭാഗമാണെങ്കിലും ഇമോഷണലി കണക്റ്റഡ് ടു ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കി റിവോൾട്ട് ഓഫ് 1857 കൂടി അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു, കൂടുതൽ യൂറോപ്യൻ സോൾജിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. അവരുടെ മിലിറ്ററി പവറിൽ യൂറോപ്യൻ സോൾജിയേഴ്സിനെ തന്നെ കൂടുതലായിട്ട് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എന്തിനാണ്? ജിയോഗ്രഫിക്കൽ ആൻഡ് മിലിറ്ററി പൊസിഷൻ അവരത് ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ഒരു റിവോൾട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. The Indian section of the army was now organized in accordance with the divide and rule policy. അപ്പം ഇന്ത്യൻ സെക്ഷൻ ഓഫ് ആർമി ഇപ്പം എന്ത് റൂളിലാണ് പോണത്? ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. അതായത് എങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു പോളിസിയാണ് അവരുടെ മെയിൻ കൺസെപ്റ്റ്. To prevent soldiers from developing nationalistic feeling, a regiment were formed based on caste, community and region. എന്താ പറഞ്ഞത്? To prevent soldiers from developing nationalistic feeling, അതായത് ഈ സോൾജേഴ്സിന് അവരുടെ ഉള്ളിൽ ഒരു നാഷണലിസ്റ്റിക് ഫീൽ വളർത്താതിരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? In regiments were formed based on caste, community and region. അതായത് ഇപ്പോൾ റെജിമെൻറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്തത്? ഈ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് ഇന്ന റെജിമെൻറ്റ്, ഈ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് ഇന്ന റെജിമെൻറ്റ്, അതുപോലെ തന്നെ ഇന്ന റീജിയനിലുള്ള ആൾക്കാർക്ക് ഒരു റെജിമെൻറ്റ്. അത്തരത്തിൽ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റീജിയൻ അതിൻ്റെ ബേസിസിൽ റെജിമെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് വെവ്വേറെ ആയിരിക്കും അവരുടെ റിച്വൽസ്, അവരുടെ എന്താണ് സെൻറ്റിമെൻറ്റ്സുകൾ. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് റീജിയനും കാസ്റ്റും കമ്മ്യൂണിറ്റിയും ഒക്കെ വെച്ചിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്തു? റെജിമെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ട്രാൻസ്ഫർ ഓഫ് പവറിനെ കുറിച്ച് പറയുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? സോൾജേഴ്സിൻ്റെ മിലിറ്ററി ഓർഗനൈസേഷനിൽ വന്ന ചേഞ്ചസ് പറയുകയാണ്. ഇനി ട്രാൻസ്ഫർ ഓഫ് പവർ നോക്കുകയാണെങ്കിൽ ദ പവർ ടു ദ ഗവൺമെൻറ് ഓഫ് ഗവേൺ ഇന്ത്യ, ദ പവർ ടു ഗവേൺ ഇന്ത്യ passed from East India Company to the British Crown through the Act of 1858. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യനെ റൂൾ ചെയ്യാനുള്ള പവർ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടോടുകൂടി ആറിലേക്ക് മാറി ബ്രിട്ടീഷ് ക്രൗണിലേക്ക് മാറി. എ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എയ്ഡഡ് ബൈ കൗൺസിൽ, അതായത് ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു കൗൺസിലുണ്ട്. വാസ് നൗ ചാർജ് ഓഫ് ഇന്ത്യാസ് ഗവേണൻസ്. അവർക്കാണ് ഇന്ത്യയുടെ ഗവേണൻസിൻ്റെ പുതിയ അധികാരം കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ്ലി ദ കമ്പനീസ് ഡയറക്ടേഴ്സ് വീൽഡ് ദ അതോറിറ്റി, അതായത് നേരത്തെ കമ്പനി അതോറിറ്റീസ് ആണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ആരാണ് ചെയ്യുന്നത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്. അവരെ എയ്ഡ് ചെയ്യാൻ ആരുണ്ട്? ഒരു കൗൺസിലും ഉണ്ട്. അടുത്ത എന്താണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് കൂടി പറയാം. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി was also introduced in the civilian population. Civilian populationലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ നോക്കാം. Muslims were severely punished and discrimination was made against them in public appointments and in order to the areas. അതായത് ഡിസ്ക്രിമിനേഷൻ എന്തിനു നടത്തിയിട്ടുണ്ട്? പബ്ലിക് അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ എന്താണ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനും സെവറൽ പണിഷ്മെൻറ്റ്സും നടത്തിയിട്ടുണ്ട്. The policy of preferential treatment of Muslims was adopted towards the end of the 19th century. അതായത് എൻഡ് ഓഫ് ദി 19th centuryയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 19th centuryയുടെ അവസാനമൊക്കെ ആയപ്പം പോളിസീസ് എങ്ങനെയായി? അതായത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് ടു മുസ്ലിംസ്, അതായത് മുസ്ലിംസിന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ടുള്ള രീതിയിലുള്ള പോളിസീസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദീസ് പോളിസീസ് ക്രിയേറ്റഡ് പ്രോബ്ലം ഫോർ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് കമ്മ്യൂണലിസം. അതായത് ഇതെന്തിൻ്റെ ഒരു ടൈം പീരീഡാണ്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ഒരു ടൈം പീരീഡാണ്. ആ സമയത്ത് ബ്രിട്ടീഷ് കൂടുതൽ പ്രിവിലേജസ് ആർക്ക് നൽകി? മുസ്ലിംസിന് നൽകി. അപ്പോൾ അതെന്താണ്? അവരുടെ ഒരു കമ്മ്യൂണിസം, അതായത് കമ്മ്യൂണലൈസേഷൻ വന്നു. അതായത് ജാതിയുടെ പേരിൽ ഒരു വേർതിരിവ് വന്നു. അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഉള്ള ഫോക്കസ് മാറ്റി കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈഡിലേക്ക് അവർ അതിനെ ഫോക്കസ് കൊണ്ടുവന്നു. അങ്ങനെയാണ് അവരെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ആ ഒരു പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ന്യൂ പോളിസി ടുവാർഡ്സ് ദ പ്രിൻസ്ലി. എങ്ങനെയാണ് പ്രിൻസ്ലി സ്റ്റേഷനുള്ള ന്യൂ പോളിസീസ്? ദ ഏർലിയർ പോളിസി ഓഫ് ദ അനക്സേഷൻ വാസ് നൗ അബാൻഡൻഡ്. നേരത്തെ ഒരു പോളിസിയാണ് എന്താ? അനക്സേഷൻ. അവരെ ഒന്നെങ്കിൽ വാറിലൂടെ അനക്സ് ചെയ്യുക, നാച്ചുറൽ ഹെയർ ഇല്ലെങ്കിൽ അനക്സ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ എന്താണ് മിസ്ഗവേണൻസ് ആണെന്ന് പറഞ്ഞ് അനക്സ് ചെയ്യുക. ഇത്തരത്തിലുള്ള അനക്സേഷൻ പോളിസി അവർ അബാൻഡൻ ചെയ്തു. ആൻഡ് ദ റൂൾ
of these states were now authorized to adopt their heirs. എത്രയും എന്താണ് പറഞ്ഞത്? New policy of and the rulers of these states were now authorized to adopt their heirs. അവർക്ക് ഇനി അനക്സേഷൻ എന്നൊരു പരിപാടി ഇനി ഇല്ല. ഇനി നിങ്ങൾക്ക് എന്താണ് ഹയേഴ്സ് ഇല്ലെങ്കിൽ അഡോപ്റ്റഡ് ചൈൽഡിനെ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ 1857 റിവോൾട്ട് വലിയൊരു പ്രതിഷേധമായിരുന്നെങ്കിൽ പോലും എന്ത് ചെയ്യാൻ സാധിച്ചില്ല, അത് സക്സസ് ആവാൻ പറ്റില്ല. അതിനുള്ള റീസൺസ് നമ്മൾ പറഞ്ഞു. അവർക്ക് ലാക്ക് ഓഫ് കോർഡിനേഷൻ, ഓർഗനൈസേഷൻ, അവർക്ക് കോമൺ ലീഡർ ഇല്ല. അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യ, അതായത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ അവർക്കൊരു ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. താഴോട്ട് സൗത്ത് ഇന്ത്യയിലോ സെൻട്രൽ ഇന്ത്യയിലോ വേണ്ട സപ്പോർട്ട് കിട്ടില്ല. പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ സ്റ്റേറ്റായ മദ്രാസ്, ബോംബെ, ബംഗാൾ ഇവിടെ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ ഇല്ലായിരുന്നു. ഈ റീസൺ കൊണ്ടൊക്കെ തന്നെ ഫെയിലിയർ ആയിപ്പോയി. അപ്പം പക്ഷേങ്കിൽ അത് ഏറ്റവും വലിയ ഒരു റിവോൾട്ടായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് അറിയപ്പെടുന്നു. ഇതിനകത്തുനിന്ന് ധാരാളം ക്വസ്റ്റ്യനും വരാറുണ്ട്. 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ബാക്കി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനോട് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് കണ്ട് നല്ലോണം പഠിക്കാം. താങ്ക് യു.